ഇന്ന് ഞാൻ കാലടി വരെ പോവാണ്. ഓക്കെ, പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നെനിക്ക് തോന്നുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതിലേക്ക് കടക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു അതിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പറയുന്നത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, വാട്ടവർ. അപ്പോൾ കുറേ നാളിങ്ങനെ കാത്തിരുന്ന് വന്ന ഒരു ചാൻസാണ്. അത് മാക്സിമം എനിക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ ഇടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്കവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കയറാൻ പറ്റിയാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. എനിക്ക് BA ഭരതനാട്യം, ഞാൻ ഓൾറെഡി BSc കെമിസ്ട്രി കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭരതനാട്യത്തിലൊരു BA വേണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യയിൽ അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് നമ്മളവിടെ വെറുതെ നമുക്കങ്ങനെ അവരൊരു അഡ്മിഷൻ തരില്ല. അവർ ഇൻ്റർവ്യൂ നമുക്ക് ചെയ്ത് നമ്മളതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇന്നാണ് ഇൻ്റർവ്യൂ, ഇന്നാണ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ പ്രിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എങ്ങനെയാവും എന്നുള്ളതൊക്കെ വഴിയേ നോക്കാം. ഞാനേ കുറേ നാൾ കൂടി കണ്ണൊക്കെ എഴുതുന്നു. എനിക്കങ്ങനെ കണ്ണൊന്നും എഴുതുന്നിട്ട് ഇഷ്ടമില്ല. പക്ഷെ ഇപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കഥകളി ലിക്കായോ എന്നൊരു സംശയമുണ്ട്. എന്നെങ്കിലാവട്ടെ. രാവിലെ 10:30 തൊട്ട് 3:30 വരെയായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയം അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 12-ാം തീയതി 13-ാം തീയതിയും ഇൻ്റർവ്യൂ ഉണ്ട്. ഇതിലേത് ദിവസമാണോ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമുക്കത് ചൂസ് ചെയ്യാം. അതിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെല്ലാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഞാൻ 12-ാം തീയതിയാണ് എടുത്തത്. 12-ാം തീയതി ഏകദേശം ഒരു 10 മണി കഴിഞ്ഞതോടുകൂടി ഞാൻ അവിടെ എത്തി. അവിടെ കൂത്തമ്പലത്തിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 110 കുട്ടികളാണ്. ആകെ 20 സീറ്റാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഞാൻ ചെന്ന ദിവസം 12-ാം തീയതി ഇൻ്റർവ്യൂവിന് ഏകദേശം ഒരു 60 പേരടുപ്പിച്ചെത്തി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്തിനുള്ളിൽ, അതായത് എനിക്കൊരു 1 മണിയോടുകൂടി ഒക്കെ ഇൻ്റർവ്യൂ എൻ്റെ കഴിഞ്ഞിരുന്നു. ആ സമയത്തിനുള്ളിൽ ഇത്രയും കുട്ടികളാണ് വന്ന് അറ്റൻഡ് ചെയ്ത് പോയത്. ഒരുപാട് സമയം അവിടെ ഇരുന്നു. 10 മണിക്ക് എത്തി, 1 മണി ഒക്കെ എന്ന് പറയുമ്പോഴാണ് അറിയാമല്ലോ, നമ്മൾ അത്രയും സമയം അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എപ്പോഴാണ് നമ്മളെ വിളിക്കുക, അവരൊരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റ് പ്രകാരമായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെയൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം അവസാന ഭാഗമൊക്കെ ആയപ്പോഴാണ് കയറിയത്. ഇതവിടെ ഇൻ്റർവ്യൂവിന് വന്നൊരു കുട്ടിയാണ്, അവളുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്നോട് ചോദിച്ചു, ഞാനത് ക്ലിയർ ചെയ്തൊക്കെ കൊടുത്തു. നമ്മൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ എന്നെ വിളിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ പോയിരുന്നു. അവസാനം ഇനി കയറാനുള്ള കുറച്ച് പേരാണ് കേട്ടോ ഞങ്ങളോട് അവിടെ ഇൻ്റർവ്യൂ ചെയ്യണ ഹാളിന് മുന്നിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും, ഈ ഓർഡറിൽ തന്നെ ഇരിക്കണ ഓർഡറിൽ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ടൈപ്പിലേക്കും കയറിയത്. അവിടെ ആ സാരി ഉടുത്തിരിക്കുന്നതൊക്കെ അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇത് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്നൊരു ഭാഗമാണ്. എനിക്ക് ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മളവിടെ ഇരുന്ന് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം നമുക്കിനി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നീട് അതിന് വേണ്ടിയിട്ട് ഓടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണെങ്കിലും അവിടെ ചെന്നതല്ലേ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇടുക്കിയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും മഴയാണ്, തണുപ്പാണ്. എനിക്കതൊക്കെ അടിച്ചിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. ചെറിയൊരു പനിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ക്ലിപ്പ് എടുത്തത്. ഒരു ചായ കുടിച്ചപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരാശ്വാസം തോന്നിയത്. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു വേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചായ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഏകദേശം ഒരു 11 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും കോളേജിലേക്ക് പോകണമായിരുന്നു. വേറൊന്നിനുമല്ല, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടി, 10 മണിയാണ് എനിക്ക് തന്ന സമയം. അപ്പോൾ 10 മണിക്ക് തന്നെ ചെന്ന് അഡ്മിഷനൊക്കെ എടുത്ത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഏകദേശം 1:30 ആയി. അപ്പം നമുക്ക് HODനെ കയറി കാണണമായിരുന്നു. HODയുടെ സൈനും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചാർ, മീനച്ചാർ, നാരങ്ങ അച്ചാർ, മുളകച്ചാർ, ചിക്കൻ അച്ചാർ. ചുമ്മാ തിന്നെ. വന്ന് അഡ്മിഷനൊക്കെ എടുത്ത് ഇപ്പം തിരിച്ചിറങ്ങുവാണ്. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അഡ്മിഷനൊക്കെ എടുത്ത് ഇനി 1-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്ക് ഞാനിവിടെ എത്തണം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ തിരിച്ചാൽ മതി. ഉച്ചയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇനി പരിപാടി. അതാണ് കേട്ടോ നമ്മുടെ കൂത്തമ്പലം. അവിടെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ഞാൻ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഒരേപോലെ സാരിയൊക്കെ എടുത്ത് വരുന്നു. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു +2-ന് ശേഷം ഡാൻസ് മെയിൻ എടുത്ത് പഠിക്കണം എന്നുള്ളത്. ഫൈനലി എനിക്ക് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്കൃത്തിൽ BA ഭരതനാട്യത്തിന് അഡ്മിഷൻ കിട്ടി. ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ചെയ്തിട്ടാണിപ്പോൾ ഈ BAക്ക് ജോയിൻ ചെയ്തത്. +2 കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഡാൻസ് മെയിൻ എടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കോളേജിൽ BSc കെമിസ്ട്രി ആയിരുന്നു ചെയ്തത്. പൊതുവെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഡാൻസ് എന്താണ് മെയിൻ എടുത്ത് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഡാൻസൊക്കെ ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ എന്താണ് ഡാൻസിൽ എന്താണ് പഠിക്കാൻ, ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വേറെ ഏതൊരു വിഷയം എടുക്കുന്നു, ഇപ്പോൾ കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ആ വിഷയങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്നത് പോലെ തന്നെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഡാൻസും മ്യൂസിക്കും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 110 കുട്ടികളായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. നമ്മൾ ഡാൻസ് വിഷയങ്ങൾ, മ്യൂസിക്, വോക്കൽ, അത് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തിയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. 10 കുട്ടികൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. 20 സീറ്റാണ് ആകെ ഉള്ളത്. അപ്പോൾ ഈ 20 സീറ്റിൽ ഒരു സീറ്റ് നേടുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമായിരുന്നു. കാരണം ഒന്ന്, ഞാൻ കാലടിയിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. 2, ഭരതനാട്യത്തിന് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ചോദിച്ചു, ഇതെന്താ ഭരതനാട്യത്തിന് മാത്രമേ വെച്ചിട്ടുള്ളല്ലോ, വേറെ ഒരു സബ്ജക്റ്റും വെച്ചിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ജൂൺ 12-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ഒരു ദിവസം മുൻപാണ് അറിഞ്ഞത് 12-ാം തീയതി ഇൻ്റർവ്യൂ ആണെന്നുള്ളത്. 2 ദിവസം ഉണ്ടായിരുന്നു, 12, 13 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 12 തന്നെ സെലക്ട് ചെയ്തു. അപ്പം 16-ാം തീയതി ഇൻ്റർവ്യൂവിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും എന്നായിരുന്നു കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 16-ാം തീയതി ആവാനുള്ളൊരു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 16-ാം തീയതി ആവുമ്പോൾ കിട്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അറിയാം എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ലക്കെന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് ഇൻ്റർവ്യൂവിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിരിക്കണം. 2, ഈ ലക്കെന്ന് പറയുന്ന സാധനം വേണം. അപ്പം ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നല്ല എളുപ്പമായിരുന്നു ഇൻ്റർവ്യൂ, നല്ല രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ ഫാക്ടർ ഉണ്ടാവുമോ, അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 16-ാം തീയതി വരുമെന്ന് പറഞ്ഞ റാങ്ക് ലിസ്റ്റ് അന്ന് വന്നില്ല. 17-ാം തീയതി വന്നില്ല. 18-ാം തീയതിയാണ് വരുന്നത്. വന്ന സമയത്ത് എനിക്ക് 9-ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ
ഏകദേശം 21-ാം തീയതിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അഡ്മിഷൻ എടുക്കാനുള്ള മെമ്മോ എനിക്ക് വന്നു. അങ്ങനെ 24-ാം തീയതി ആയിരുന്നു എനിക്ക് തന്ന ഡേറ്റ്. അപ്പം 24-ാം തീയതി പോയി അഡ്മിഷൻ എടുത്തു. നമ്മളിങ്ങനെ പറയുമ്പം ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ഒരു 3-4 മിനിറ്റിലൊക്കെ തീർന്നു പോകും. പക്ഷേ ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം മെയിനെടുത്ത് പഠിക്കുക, അതിനൊരു അവസരം കിട്ടി. ഈ 20 സീറ്റിൽ ഒരു സീറ്റ് എനിക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വോയിസ് ആയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവാതെ ഒരു വീഡിയോ ആയി ഇങ്ങനെ നേരിട്ടിങ്ങനെ പറയണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ പോലെ ചെയ്തത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.